എൻ്റെ പേര് ബെസ്റ്റ് ഐസക്. We come to understand the gospel at a very personal level. പലപ്പോഴും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുമായിരുന്നു, എന്തിനാണ് ജീവിക്കുന്നത്? കാരണം മനുഷ്യരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഞാൻ ധാരാളം കാണും. മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ എനിക്ക് പ്രയാസം തോന്നും. ദൈവം എന്തിനാണ് മനുഷ്യർക്ക് ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സഹോദരി ഇങ്ങനെ സുവിശേഷം, അവർ ഞങ്ങളുടെ മർത്തോമ സഭയിൽ നിന്ന് സുവിശേഷ വേദിക്ക് പോയ ഒരു സഹോദരിയാണ്. അവരിങ്ങനെ വർഷം തോറും വരുമ്പോൾ ഒരു മീറ്റിംഗ് നടത്തും. അങ്ങനെയാണ് അവിടെ ആയിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കുറേ പ്രസംഗിച്ചു. ഐ നെവർ ബോതേഡ് ഓഫ് ഹിയറിങ് ആൾ ദോസ് തിങ്സ്. അപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പല പല ഓരോന്നും ചോദിക്കുമ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യനാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയാസം, ബുദ്ധിമുട്ട്, മനുഷ്യരെ എന്തിനെ കഷ്ടപ്പെടുത്തുന്നു? ദൈവം സ്നേഹവാനാണെന്ന് കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവർക്കൊന്നും സ്നേഹം ലഭിക്കുന്നില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഇന്ന് നിങ്ങൾ എല്ലാവരും ദൈവത്തോട് നിങ്ങളുടെ അവസ്ഥകൾ പറയുക, യേശു നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾക്ക് സമാധാനം തരും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടായ അവസ്ഥ എന്നായിരുന്നു. എപ്പോഴും കലുഷിതമായ ഒരു ഹൃദയം എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓ, ഈ യേശു സമാധാനം തരുമോ? അപ്പോൾ എൻ്റെയും പാവങ്ങളൊക്കെ യേശു ക്ഷമിക്കുമോ എന്നിങ്ങനെ എൻ്റെ ഹൃദയത്തോട് വാദിക്കാൻ തുടങ്ങി. അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ഇൻ ടീയേഴ്സ്. ഐ ഡോണ്ട് നോ വൈ ഐ ആം ക്രൈ. എങ്ങനെയാണ് എനിക്ക് കരച്ചിൽ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, നീ ഇങ്ങനെ രക്ഷിക്കുമോ? പാപികൾക്ക് മാനസാന്തരം കൊടുക്കുമെന്നൊക്കെ പറയുന്നല്ലോ, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഞാൻ കരയാൻ തുടങ്ങി. എങ്ങനെ കരച്ചിൽ വന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എക്സ്പെക്റ്റും ചെയ്തില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ക്രൈ. കാരണം എൻ്റെ പ്രായക്കാർ, പിള്ളേരും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാ കരയുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിക്കുക, കരഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരി ഇങ്ങനെ പറയുന്നുണ്ട്, സബ്മിറ്റ് യുവർസെൽസ് ടു ഗോഡ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക ദൈവത്തോട്, ദൈവം ക്ഷമിക്കുന്നു. അപ്പോൾ ഐ ആൾസോ സ്റ്റാർട്ടഡ് പ്രേയിങ് ടു ഗോഡ്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഐ ഗോട്ട് ആൻ ഇലക്ട്രിക് ഷോക്ക് എൻ്റെ ശരീരത്തിലേക്ക് വരികയോ. അതുവരെ ഞാൻ സ്തോത്രമോ അല്ലെങ്കിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് എന്തൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്തോത്രം 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 എന്നിങ്ങനെ എവിടുന്ന് വന്നെന്നും എനിക്കൊന്നും അറിയത്തില്ല. ഞാനങ്ങ് പറയുക. ബട്ട് എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ കരയുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറയുന്നു. അങ്ങനെയാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. അന്ന് എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ഇന്ന് 50 വർഷം കഴിയും. ഒരു specific discipline ഉണ്ടോ? Like പ്രാർത്ഥന or like a fasting? Do you specifically anything specific? പ്രാർത്ഥന എന്താണെന്ന് അധികം അറിയത്തില്ല. എൻ്റെ അമ്മച്ചി ഒരു വിശ്വാസിയായിരുന്നു. ഞാൻ ഈ അനുഭവം വന്ന് എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, മോളെ ഒട്ടും അഹങ്കരിക്കരുത്, മോള് വളരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. ഐ ഹാഡ് ആൻ ആർട്സ് ടു പ്രേ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിലും വചനവും അറിയത്തില്ല. അപ്പോൾ ബൈബിളും വായിക്കാൻ തുടങ്ങി. അതിന് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. ഞാനിങ്ങനെ മണിക്കൂറുകൾ ദൈവവചനം വായിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോഴും എനിക്ക് ആ ശക്തി ലഭിക്കുന്നുണ്ട്. അപ്പം ചിലരൊക്കെ പറഞ്ഞു ഇത് സംതിങ് റോങ് ആണ്. അപ്പോൾ ഒരുപാട് പേര് കണ്ടല്ലോ, അവർ പറഞ്ഞു എന്തോ ഭൂതം കരുതിയതാണ്, എന്തോ ഹിസ്റ്റീരിയാണ് അന്നൊക്കെ. ഞാൻ ചെറുപ്പമില്ലേ, കൊച്ചു പ്രായമാണല്ലോ. അപ്പം ലൂക്കോസ് സാറിൻ്റെ, എൻ്റെ ഫാദർ ഒരു ടീച്ചറായിരുന്നു, ലൂക്കോസ് സാറിൻ്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി. സോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് എന്തുവാ? ഐ വാസ് നോട്ട് നോയിങ് എനിത്തിങ്. ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങി. ബൈബിളിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഈ അനുഭവങ്ങൾ, ബൈബിളിലെ കാര്യങ്ങൾ ഒരു 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 ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നത് പോലെ ഹോളി സ്പിരിറ്റ് ടോട്ട് മീ എ ലോട്ട്. അങ്ങനെയാണ് എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായി. മർത്തോമേരായിരുന്നല്ലോ എൻ്റെ പേരൻസൊക്കെ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി.
അവിടെയൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. പ്രതികൂലങ്ങൾ പലതുണ്ടായി. ആ, അവിടെ എല്ലാം കർത്താവ് എന്നെ നിർത്തി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 50 വർഷത്തെ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എവറി ഡേ ഗോഡ് വാസ് അതൊരു വല്ലാത്ത അനുഭവമാണ്. ഒരു ദൈവം തന്നെ ഒരു അനുഭവം. ആൻഡ് വെരി മച്ച് താങ്ക്ഫുൾ ടു ഗോഡ്. What do you think about Live Stream Church? ഇറ്റ്സ് എ ഗുഡ് ചർച്ച്. ഞങ്ങൾ കുറച്ച് നാളെ ആയുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ്. യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, യു ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ടൈം. വീട്ടിലായാലും ഭവനത്തിലായാലും ദൈവമായിട്ട് ബന്ധത്തിൽ ഇരിക്കുക. ഹോളി സ്പിരിറ്റ് ഷുഡ് ഡയറക്റ്റ് യു. കാരണം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് യു കനോട്ട് ലിവ്.